dear children, welcome to Kids Area Online. നാളെ മാത്തമാറ്റിക്സ് ഗണിതം എക്സാം ആണല്ലേ. നമുക്ക് പഠിച്ചാലോ? കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാം. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാവോ? പഠിക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ തേർഡ് ടേം ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 29 താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ നൽകുന്നത്. മൺഡേ മുതൽ ഫ്രൈഡേ വരെ എല്ലാ ദിവസവും വൈകിട്ട് 1 hour ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും. ഇംഗ്ലീഷ്, മലയാളം എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. ഇപ്പോൾ ഒരു ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബാച്ച് സ്റ്റാർട്ടാകുന്നത് ഏപ്രിലാണ്. മാർച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഏപ്രിലാണ് അടുത്ത ബാച്ച്. വെക്കേഷൻ ടൈമിലാണ് അടുത്ത ബാച്ച് സ്റ്റാർട്ടാവുക. അഡ്മിഷൻ എടുക്കാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. സെറ്റ്സ് ഓഫ് 10. ഇവിടെ എത്ര ടെണ്ണുകളുണ്ട്? ആ ടെണ്ണുകളെല്ലാം കൂടെ കൂട്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ബോക്സിൽ എഴുതണം. ഇവിടെ ആൻസർ എഴുതിയിട്ടുണ്ട്. എന്നാൽ ശരിയായിട്ടുള്ള ചിലപ്പോൾ മാച്ച് ചെയ്യാനായിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ ശരിയാണെങ്കിൽ ടിക്ക് മാർക്കും തെറ്റാണെങ്കിൽ ക്രോസ് മാർക്കഡ് ആയിരിക്കും പറയുക. 10കളുടെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് ശരിയാണെങ്കിൽ ടിക്ക് മാർക്ക് ഇടുക, തെറ്റാണെങ്കിൽ ക്രോസ് മാർക്ക് ഇടുക. അല്ലെങ്കിൽ 10കളുടെ ഗ്രൂപ്പിനെ കറക്റ്റ് രീതിയിൽ ശരിയായ രീതിയിൽ മാച്ച് ചെയ്യുക. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നറിയാവോ? എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം? ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. നോക്കിയേ, എണ്ണി നോക്കിയേ. ടീച്ചറിന്റെ കൂടെ ഒന്ന് എണ്ണി നോക്കിയേ. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. ലാസ്റ്റ് വന്ന എന്താ? 5. 5 10 എന്ന് പറഞ്ഞാൽ എന്താ? 5 0 ആണ് 50. ഓക്കെ, അപ്പൊ ഇവിടെ 40 ആണ് എഴുതിയിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? 5 10 50 അല്ലെങ്കിൽ 5 എത്ര എണ്ണം ഉണ്ടോ അതിനൊപ്പം ഒരു 0 കൂടെ കൊടുത്താൽ മതി. അപ്പോൾ 50 കിട്ടും അല്ലേ? പക്ഷെ ഇവിടെ എത്രയാണുള്ളത്? 40 ആണ്. 40 ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിച്ച് എഴുതാൻ മനസ്സിലായോ? മാച്ച് ചെയ്യാനാണെങ്കിൽ എവിടെയാണോ 50 ഉള്ളത് ആ 50ലോട്ട് വരയ്ക്കണം. ഇനി ഇവിടെ നോക്കാം. ഇവിടെ എത്ര ടെൻസ് ഉണ്ടെന്ന് നോക്കാം. 1 2 3. അപ്പോൾ 3 ടെൻസ്, അതായത് 3യോടുകൂടി ഒരു 0 കൊടുക്കുക. 30. ഇവിടെ 30 ആണോ? അതെ, ഈ ബോക്സിൽ 30 ആണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ടിക്ക് മാർക്ക് കൊടുക്കുക. എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് അതിനോടൊരു 0 കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ 1 2 3 ഒരു 0 കൊടുക്കുമ്പോൾ 30. അപ്പോൾ ഇവിടെ ശരിയാണോ എന്ന് നോക്കുക. മാച്ച് ചെയ്യാനാണെങ്കിൽ എവിടെയാണോ ശരി ഉത്തരം ഉള്ളത് അങ്ങോട്ടേക്ക് മാച്ച് ചെയ്യുക. മനസ്സിലായോ? അടുത്തത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യോ? ടീച്ചർ ഒരു വർക്ക് തരട്ടെ, ഒറ്റയ്ക്ക് ചെയ്യോ? എന്നാൽ ഇത് ശരിയാണോ എന്ന് പറഞ്ഞ് ബി, ഹണി ബീയുടെ ശരിയാണോ എന്ന് പറഞ്ഞേ. ഹണി ബി വേഗത്തിൽ എഴുതണം കേട്ടോ. തെറ്റാണെങ്കിൽ തെറ്റ് കൊടുക്കുക, ശരിയാണെങ്കിൽ ശരി കൊടുക്കുക. നിങ്ങൾ വരയ്ക്കേണ്ട, ആൻസർ എഴുതിയാൽ മതി. ശരിയാണെങ്കിൽ ശരിയെന്ന് കൊടുക്കുക, തെറ്റാണെങ്കിൽ തെറ്റെന്ന് ബുക്കിൽ എഴുതുക. ഓക്കെ, വേഗത്തിൽ ചെയ്യൂ. ആൻസർ എഴുതിയോ? എഴുതിയോ? ശരിയാണോ നോക്കാവോ? നിങ്ങൾ എഴുതിയ ആൻസർ ശരിയാണോ നോക്കാം. ഓക്കെ, ഇവിടെ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 1 2 3 4 5 6 ഗ്രൂപ്പ്സ്. അപ്പൊ 6 ടെൻസ്, അത് 6നോട് കൂടി ഒരു 0 കൊടുക്കുക. 60 ആണ് ആൻസർ. ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്? 80. 80 ശരിയാണോ? 80 ശരിയാണോ? തെറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക? ക്രോസ് മാർക്ക് കൊടുക്കുക. അടുത്തത് ചെയ്ത് നോക്കിയേ. ഇത് ശരിയാണോ തെറ്റാണോ നോക്കിയേ. ശരിയാണോ തെറ്റാണോ നോക്കിയേ. അടുത്തത് ശരിയാണോ തെറ്റാണോ നോക്കിയേ. വേഗത്തിൽ എഴുതണം കേട്ടോ. അടുത്തത് ശരിയാണോ തെറ്റാണോ ചെക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയോ? നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കിയാലോ. എത്ര ഗ്രൂപ്പുകളുണ്ട്? 10ന്റെ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് നോക്കാം. 10ന്റെ 1ാമത്തെ ഗ്രൂപ്പ്, 10 എണ്ണമുള്ള 2ാമത്തെ ഗ്രൂപ്പ്, 10 എണ്ണമുള്ള 3ാമത്തെ ഗ്രൂപ്പ്, 10 എണ്ണമുള്ള 4ാമത്തെ ഗ്രൂപ്പ്, 10 എണ്ണമുള്ള 5ാമത്തെ ഗ്രൂപ്പ്, 10 എണ്ണമുള്ള 6ാമത്തെ ഗ്രൂപ്പ്,
10 ഏഴാമത്തെ ഗ്രൂപ്പ്. അപ്പൊ 7 7 10, അതായത് 7 tens. 7നോട് ഒരു 0 കൊടുക്കുക, 70. ഉത്തരം 70 ആണ് ഇവിടെയും. അതുകൊണ്ട് ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ശരിയാണോ? ഓക്കെ, വെരി ഗുഡ്. തെറ്റിപ്പോയവർക്ക് മനസ്സിലായോ? മനസ്സിലായോ? സെറ്റ്സ് ഓഫ് 10 കാണാൻ മനസ്സിലായോ? 10കളുടെ ഗ്രൂപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലായോ? 10 വെച്ചുള്ള എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് നോക്കുക, അതിനോട് ഒരു 0 കൂടി കൊടുക്കുക. 10 വീതമുള്ള എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് എണ്ണി നോക്കുക, എന്നിട്ട് അതിനോട് ഒരു 0 കൂടി കൊടുക്കുമ്പോൾ ശരി ഉത്തരം കിട്ടും. ഓക്കെ, ഇത് വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നതാണ്. ഇതൊന്ന് നോക്കിയേ. ഇവിടെ 10 വരുന്ന ഗ്രൂപ്പ് എത്ര എണ്ണം എങ്ങനെ കണ്ടെത്തുമെന്ന് അറിയാവോ? ഇവിടെ നോക്കിയേ, 1 2 3 4 5 6 7 8 9 10. കണ്ടോ? അപ്പോൾ ഇതാണ് 10ന്റെ ഒരു ഗ്രൂപ്പ്, ഇത് 10ന്റെ മറ്റൊരു ഗ്രൂപ്പ്. അപ്പോൾ 10 എത്ര ഗ്രൂപ്പ് ഉണ്ട്? എത്ര ഗ്രൂപ്പ് ഉണ്ട്? ടെൻസിന്റെ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 1 2. അപ്പോൾ എന്തായി ഇവിടെ? 20. 2നോട് ഒരു 0 കൊടുത്താൽ മതി. ഇനി ഇവിടെ എത്ര സ്മൈലി ഉണ്ട് നമുക്ക് എണ്ണാൻ പറ്റും. 1 2 3 4. ഓക്കെ, 20 and 4. അപ്പൊ നിങ്ങൾ അറിയാവോ, ഈ 0 മാറ്റി അവിടെ 4 എഴുതിയാൽ മതി. 24. 20 and 4 24. 20 and 6 എന്ന് വന്നാൽ എന്ത് ചെയ്യാം? ഈ 0 മാറ്റി അവിടെ 6 എഴുതിയാൽ മതി. 26. 20 and 8. 20 plus 8 എങ്ങനെ എഴുതും? 0 മാറ്റി അവിടെ 8 എഴുതിയാൽ മതി. 28. 20 plus 3. 0 മാറ്റി അവിടെ 3 എഴുതിയാൽ മതി. 23. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുക. ഇവിടെ ടെൻസിന്റെ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 1 2. അപ്പൊ 2 tens എന്ന് പറയുമ്പോൾ 20 20. രണ്ടിനോടൊപ്പം 0 ഇട്ടാൽ മതി. ഇനി കുറച്ചെണ്ണം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എണ്ണാൻ പറ്റും അല്ലേ? 1 2 3 4. അപ്പൊ 20 plus 4. 20 plus 4. 0 മാറ്റി അവിടെ എന്ത് ചെയ്താൽ മതി? 4 എഴുതിയാൽ മതി. 24. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയേ. ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയേ, തെറ്റാതെ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. എത്ര ടെൻസ് ഉണ്ടെന്ന് നോക്കുക, എന്നിട്ട് അതിനോട് കൂട്ടുക. ചെയ്തോ? എത്ര ടെൻസ് ഉണ്ട്? 1 2 3 4. അതായത് ഇത് ഉത്രയും 10, അതുകൊണ്ട് 1 എഴുതി. കണ്ടോ? അങ്ങനെയാണ് കേട്ടോ. 4 tens. 4 tens എന്ന് പറയുമ്പോൾ 4നോട് 0 കൊടുത്താൽ മതി. 40. ഇനി ഇവിടെ നമുക്ക് എണ്ണാൻ പറ്റുന്ന കുറച്ചെണ്ണേ ഉള്ളൂ. ഇത്ര എണ്ണം ഉണ്ട്? 1 2. 40 and 2. 0 മാറ്റി എന്ത് ചെയ്താൽ മതി? 2 എഴുതിയാൽ മതി. 42. 40 plus 2 എന്ന് പറയുമ്പോൾ 0 മാറ്റി അവിടെ എന്ത് എഴുതിയാൽ മതി? 2 എഴുതിയാൽ മതി. 42. ഇനി 40 and 3 എന്നാണെങ്കിലോ? 40 and 3 എന്നാണെങ്കിൽ 43. 40 plus 5 45. 40 and 7 47. 40 and 7 0 മാറ്റി 7 എഴുതിയാൽ മതി. 47. അപ്പൊ ഇത് ചെയ്യാൻ മനസ്സിലായോ? ഇതിന്റെ ഒരു വർക്ക് തരട്ടെ, നിങ്ങൾ ചെയ്യോ? ഇതൊന്ന് ചെയ്തേ. ഇതൊന്ന് ചെയ്ത് നോക്കി. എത്ര ടെൻസ് ഉണ്ടെന്ന് ആദ്യം നോക്കുക, എന്നിട്ട് അതിനോട് 3 കൂട്ടുക. വേഗത്തിൽ ചെയ്തേ. ആൻസർ കിട്ടിയോ? ടീച്ചർ ആൻസർ പറയട്ടെ. എത്ര ടെൻസ് ഉണ്ട്? 1 2 3 4 5 6. 6 ടെൻസ് എന്ന് പറയുമ്പോൾ 6നോട് 0 കൊടുക്കുക. 60. ഇവിടെ എത്രയുണ്ട്? 3. 60 plus 3. 0 മാറ്റി ഇവിടെ 3 എഴുതിയാൽ മതി. 63. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒരു വർക്ക് തരാം. 60 plus 7. ഉത്തരം എന്താ? അതെ, 0 മാറ്റി 7 എഴുതിയാൽ മതി. 67. 50 plus 5. ആൻസർ എന്താ? 0 മാറ്റി അവിടെ 5 എഴുതിയാൽ മതി. 0 മാറ്റി അവിടെ 5 എഴുതുക. 55. ഓക്കെ, ക്ലിയർ? അടുത്തെന്താണെന്ന് നോക്കാം. ഇത് നിങ്ങൾ നമ്മളിപ്പോ പഠിച്ച അതേ ക്രമത്തിൽ ഇത് എഴുതുക. എത്ര 10 ഉണ്ടെന്ന് നോക്കുക, എന്നിട്ട് അതിനോട് 0 മാറ്റിയിട്ട് അവിടെ 7 എഴുതുക. എഴുതി നോക്കിയേ. ഒരെണ്ണം ടീച്ചർ പറഞ്ഞു തരാം. ഇവിടെ എത്ര ടെൻസ് ഉണ്ട്? 1 2
3. അപ്പോൾ എന്താ 30. 30 പ്ലസ് 7 ആണ്. അപ്പൊ 0 മാറ്റി അവിടെ എന്ത് ചെയ്യണം? 7 എഴുതണം. 37. ഇത്രയേ ഉള്ളൂ. എഴുതി നോക്കി. അരുണിൻ്റെ അത് എഴുതി നോക്കി. ഒരെണ്ണം ടീച്ചർ പറഞ്ഞു തന്നല്ലോ. അരുൺ നിങ്ങളൊന്ന് എഴുതി നോക്കി. എഴുതിയോ? ടീച്ചർ ആൻസർ പറയട്ടെ. എത്ര 10 ഉണ്ട്? 1 2 3. 3 10s ആകുമ്പോൾ 3ക്ക് 0 കൊടുത്താൽ മതി. 30 പ്ലസ് 5. 0 മാറ്റി അവിടെ 5 കൊടുത്താൽ മതി. 35. അടുത്തത് എഴുതിയോ? ഷെറിൻ്റെ എഴുതിയോ? എത്ര 10 ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5. 5 10 വരുമ്പോ 5 0. അപ്പൊ 5 എഴുതുക. 0യുടെ സ്ഥലത്ത് എന്ത് എഴുതുക? 6 എഴുതുക. 56. അതുപോലെ മാളുവിൻ്റെത് നിങ്ങൾ എഴുതിയേ. മാളുവിൻ്റെത് എത്ര 10 ഉണ്ടെന്ന് നോക്കുക. അത് ആദ്യം എഴുതുക. അവസാനം കിടക്കുന്ന നമ്പർ രണ്ടാമത് എഴുതുക. 0 മാറ്റി എന്തായാലും നമ്മൾ അതാണല്ലോ എഴുതുക. 30 പ്ലസ് 5. ഇവിടെയാണെങ്കിൽ 50 പ്ലസ് 6. 5 10 ആയതുകൊണ്ട് 50 പ്ലസ് 6. 6 എവിടെ വരും? 0യുടെ അടുത്ത് വരും. 56. അതുപോലെ ഇതൊന്ന് എഴുതി നോക്കിയേ. മാളുവിൻ്റെത് എഴുതിയോ? എത്ര 10s ഉണ്ട്? 1 2 3 4 5. 5 10s എന്ന് പറയുമ്പോൾ 50. 50 5 0. അതിൽ 5 എഴുതുക. ഇവിടെയുള്ള 8ഉം കൂടെ എഴുതുക. 58. 58. ആസിഫിൻ്റെത് എഴുതിയേ. ആസിഫിൻ്റെത് എഴുതിയേ. ആസിഫ് എഴുതിയോ? ഓക്കെ. എത്ര 10s ഉണ്ട്? 1 2 3 4. 4 10s എന്ന് പറയുമ്പോൾ 4 0. ലാസ്റ്റ് എന്തുണ്ട്? 4 ഉണ്ട്. അപ്പൊ 0 മാറ്റി അവിടെ എന്ത് ചെയ്യണം? 40 പ്ലസ് 4 ആണ്. 0 മാറ്റി അവിടെ 4 എഴുതണം. ആൻസർ 44. മനസ്സിലായോ? ഇത് ചെയ്യാൻ മനസ്സിലായോ? ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റൈറ്റ് ദ നമ്പർ ഓഫ് ബീറ്റ്സ് ഫ്രം ദ ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ വലുത്, സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുത്. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക. ചെറുതിൽ നിന്നും വലുതിലേക്കും ചോദിക്കും, വലുതിൽ നിന്ന് ചെറുതിലേക്കും ചോദിക്കും. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? ഏറ്റവും ഫസ്റ്റ് നമ്പർ ഏറ്റവും വലുത് ഏതാണ് നോക്കുക. ഇവിടെ 3 ആണ്, 3 ആണ്, 5 ആണ്, 5 ആണ്, 4 ആണ്. അപ്പൊ ഏറ്റവും വലുത് ഏതാണ്? 5 ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ നമ്പർ 5. രണ്ടാമത്തെ നമ്പർ ഏറ്റവും വലുത് ഏതാണ് നോക്കുക. 6 ആണോ 8 ആണോ? നമ്മൾ 6 ഫിംഗേഴ്സ് എടുക്കുന്നതാണോ കൂടുതൽ, 8 ഫിംഗേഴ്സ് എടുക്കുന്നതാണോ കൂടുതൽ? 8. അപ്പോൾ ഏറ്റവും വലുത് ഏതാ? 58. 58 അവിടെ എഴുതുക. ഇനി രണ്ടാമത് 5ൽ തുടങ്ങുന്ന 56 രണ്ടാമത് വരും. അപ്പോൾ 5ലുള്ളതെല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്തേതാ? 4. അടുത്ത ഏറ്റവും വലുത്. ഇനി ഇത്രയും പോയി കഴിഞ്ഞാൽ ഇനി ഏറ്റവും വലുത് 4ൽ തുടങ്ങുന്നതാണ്. അതേതാ? 44. അതും എഴുതി കഴിഞ്ഞാൽ ഇനി അടുത്ത് 37ഉം 35ഉം ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കാം. 7 ആണോ 5 ആണോ? 7. അപ്പോൾ അതെന്ത് ചെയ്യുക? അടുത്തെഴുതുക. ഏറ്റവും വലുതാണല്ലോ ആദ്യം എഴുതേണ്ടത്. വലുതിൽ നിന്ന് ചെറുതിലേക്കാണ്. 37. ഇനി ഒന്നുകൂടിയേ ബാക്കിയുള്ളൂ. 35. അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാൻ മനസ്സിലായി. ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുമ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ആദ്യം എഴുതുക. ആദ്യത്തെ സംഖ്യ ഒരുപോലെയാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യയിൽ ഏറ്റവും ചെറുത് എഴുതുക. അങ്ങനെയാണ് എഴുതി പോവേണ്ടത് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുമ്പോൾ. ഓക്കെ, ക്ലിയർ? യെസ്. അടുത്ത ചോദ്യം. റൈറ്റ് ദ സം ബൈ ആഡിങ് ഈച്ച് സെറ്റ്. ഇത് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യാണ്? മാല കോർക്കുകയാണ്. മാല മുത്തു കോർക്കുന്നു മാലയിൽ. ആമി കോർത്ത മുത്തുകളാണ്. ഗ്രീൻ 10, റെഡ് 10, യെല്ലോ 10, വൈറ്റ് 3. അപ്പോൾ ടോട്ടൽ എത്ര മുത്താണ് ആമി കോർത്തത്? എങ്ങനെ കണ്ടെത്തുവാന്ന് അറിയാലോ. എത്ര 10 ഉണ്ടെന്ന് ആദ്യം നോക്കുക. എത്ര 10 ഉണ്ട്? 1 2 3. 3 10 എന്ന് പറയുമ്പോൾ എന്താ? 30. പിന്നെ എന്തുണ്ട്? 3 കൂടെ ഉണ്ട്. 30 പ്ലസ് 3. 0 മാറ്റി എന്ത് ചെയ്താൽ മതി? അവിടെ 3 എഴുതിയാൽ മതി. 33. നിങ്ങൾ ഇത് എഴുതണമെന്നില്ല. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക എത്ര 10 ഉണ്ട് അത് ആദ്യം എഴുതുക. ഇനി അവസാനമുള്ള ഒരെണ്ണം ഉള്ളത് രണ്ടാമത് എഴുതുക. ജാനി എങ്ങനെ എഴുതാം? എത്ര 10 ഉണ്ട് അത് ആദ്യം എഴുതുക.
അടുത്ത രണ്ടാമത്തെ നമ്പർ എഴുതുക. എത്ര ടെൻസ് ഉണ്ട്? 1 2. ഓക്കെ, 2 ടെൻസ് ആയതുകൊണ്ട് 2 ആദ്യം എഴുതുക. ഇനി ഇവിടെ എത്രയാണുള്ളത്? 9 എഴുതുക. ടെൻസ് മാത്രമേ നമ്പർ എഴുതാവൂ കേട്ടോ. 9 എടുത്ത് എഴുതുക. ഇനി മനുവിന്റെ കയ്യിൽ എത്രയുണ്ട്? എത്ര ടെൻസ് ഉണ്ട്? 1 2 3 ടെൻസ്. അപ്പൊ വേറെ ഒന്നുമില്ല, അതിനാൽ 30. 3 ടെൻസ് 30. ഹൂ ഇസ് ദ വിന്നർ? ഇതിൽ ആരാ ജയിച്ചത്? ആരാ മുത്തുകോർക്കൽ മത്സരത്തിൽ വിജയിച്ചത്? ആരാ? കൂടുതൽ മുത്തുകോർക്കുന്ന ആളാണ് ജയിക്കുക. ആരാണ് ഏറ്റവും കൂടുതൽ മുത്തുകോർത്തേ? ആമി. അപ്പൊ ആമി ഈസ് ദ ആൻസർ. ഹൂ ത്രെഡഡ് ദ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ബീഡ്സ്? ആരാണ് ഏറ്റവും കുറവ് മുത്ത് കോർത്തത്? നോക്കി പറഞ്ഞേ, ഏറ്റവും കുറവ് മുത്ത് ആരാ കോർത്തേ? ആമിയാണോ, ജാനിയാണോ, മനു ആണോ? ആരാ? ഏറ്റവും കുറവ് ജാനിയാണ്. 29. ആരാണ് ഏറ്റവും കുറവ് മുത്ത് കോർത്തേ? ജാനി. അപ്പൊ ഇതിൽ നിന്ന് ടെൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് തന്നെ പോണം കേട്ടോ. ഇനി അതിൽ വലുതിൽ നിന്ന് ചെറുതിൽ എഴുതാൻ ചോദിക്കാം. ഏറ്റവും വലുത് ഏതാണ്, ഏറ്റവും ചെറുത് ഏതാണെന്നൊക്കെ ചോദിക്കാം. ഇത് നിങ്ങൾ നല്ലതുപോലെ അറിയണം, ഈ ടെൻസിന്റെ കണക്ക്. ഓക്കെ, in which ways can we wear 11 bangles on 2 hands? ഈ കുട്ടിയുടെ അമ്മ 11 വളകൾ വാങ്ങിക്കൊടുത്തു. 11 വളകൾ. ഓക്കെ, അപ്പൊ ഈ 11 വളകളെ എങ്ങനെയെല്ലാം ഈ കുട്ടി കയ്യിലിടും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എത്ര വളയായാലും അല്ലെങ്കിൽ എന്ത് സാധനമായാലും എത്ര എണ്ണം വീതം നമ്മൾ ബാസ്ക്കറ്റിലിടും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിട്ടേ പോകാവൂ. ഇവിടെ നോക്കിയേ, ആമി ആദ്യം 6 എണ്ണം കയ്യിലിട്ടു. 6 എണ്ണം കയ്യിലിട്ടു. ബാക്കിയുള്ള വളകൾ എത്രയുണ്ട്? 11 വളയാണ് ടോട്ടൽ ഉള്ളത്. അപ്പൊ 6 വള കയ്യിലിട്ടെങ്കിൽ അടുത്ത നമ്പർ മുതൽ 11 വരെ നിങ്ങൾ കയ്യിലെണ്ണി നോക്കുക. 6 കഴിഞ്ഞാൽ 6 കഴിഞ്ഞാൽ 7 8 9 10 11. അപ്പൊ എത്ര വിരലുകൾ എടുത്തു? 1 2 3 4 5. കണ്ടോ? 5 ഇവിടെ വന്നോ? യെസ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വള നിങ്ങൾ സെലക്ട് ചെയ്ത് ഒരു കയ്യിൽ ഇടണം. ഇഷ്ടമുള്ള അത്രയും വള എടുത്തേ. 8 വള എടുത്തു. ഇപ്പൊ 8 വള എടുത്താൽ ഇനി 11 വരെ എത്താനായിട്ട് എത്ര ഫിംഗേഴ്സ് എടുക്കണോ നോക്കാം. 8 കഴിഞ്ഞാൽ അടുത്ത ഫിംഗർ ഏതാ എടുക്കണ്ടേ? 8 കഴിഞ്ഞാൽ 9 10 11. എത്ര ഫിംഗേഴ്സ് എടുത്തു? 1 2 3. അപ്പോൾ 8ഉം 3ഉം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കയ്യിലിടാം. അങ്ങനെയാണെങ്കിൽ മനു 4 ആണ് ഒരു കയ്യിലിട്ടത്. എന്നാൽ ലെഫ്റ്റ് ഹാൻഡിൽ എത്ര ഇടുമായിരിക്കും? 4 കഴിഞ്ഞാൽ 11 വരെ നമ്മൾ എന്ത് ചെയ്യണം? കൗണ്ട് ചെയ്യണം. 4 കഴിഞ്ഞാൽ 5 6 7 8 9 10 11. അപ്പോൾ എത്ര? അടുത്ത നമ്പർ മുതലാണ് കൗണ്ട് ചെയ്യണം. 4 കൗണ്ട് ചെയ്യാൻ പാടില്ല, 5 മുതൽ 11 വരെ. അപ്പൊ എത്ര ഫിംഗേഴ്സ് നമ്മൾ എടുത്തു? 1 2 3 4 5 6 7. ഇവിടെ എന്ത് എഴുതാം? 7. ഓക്കെ. ഇനി റാണി എത്ര വള ഇട്ടിരിക്കാം? 10 വളകൾ എടുത്തു. 10 വള കയ്യിലിട്ടു. വലത് കയ്യിലിട്ടു. എന്നാൽ ഇടത് കയ്യിൽ എത്ര വള ഇടും? 10 കഴിഞ്ഞാൽ 11 ആവാൻ എത്ര വേണം? 10 11. ഒരു ഫിംഗർ എടുക്കേണ്ടി വന്നോളൂ. അപ്പോൾ 1. ഓക്കെ, ഇന്നേക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. ടീച്ചർ ഇവിടെ 2 എടുക്കുവാണ്. 2 എടുത്തു കഴിഞ്ഞാലോ 11 വരെ എത്താൻ എത്ര ഫിംഗേഴ്സ് നമ്മൾ എടുക്കണം? 2 കഴിഞ്ഞാൽ 3 4 5 6 7 8 9 10 11. സ്റ്റോപ്പ് ചെയ്തു. എത്ര ഫിംഗേഴ്സ് എടുക്കേണ്ടി വന്നു? 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ എഴുതിക്കോളൂ. ഇഷ്ടമുള്ള 11 താഴെയുള്ള 11 വളകളാണ് ഉള്ളത്. അപ്പൊ എത്ര വളയാണോ ആദ്യം കയ്യിലിടുന്നത് അത്രയും അങ്ങ് എടുക്കുക. നമുക്കൊരു 5 വള കയ്യിലിടാം. മറ്റേ കയ്യിൽ എത്ര വളയായിരിക്കും ഇവിടെ ഉള്ളത്? ഇനി ആ കയ്യിലിടാൻ എത്ര വള ഉണ്ടാവും അവിടെ? 5 വള എടുത്തിട്ട് കഴിഞ്ഞാൽ 5 കഴിഞ്ഞിട്ട് 11 വരെ കൗണ്ട് ചെയ്ത് നോക്കാം. 5 കഴിഞ്ഞാൽ 6 7 8 9 10 11. എത്ര വിരലുകൾ എടുത്തു? 1 2 3 4 5 6. ഓക്കെ, മനസ്സിലായോ?
11 വളയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് താഴെ നിങ്ങൾക്ക് എത്ര വളം വേണമെങ്കിൽ നിങ്ങൾ എടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 11 വളയുണ്ട്. 11 വളയിൽ ആദ്യത്തെ 4 എണ്ണം എടുത്തു. 4 എണ്ണം ഒരു കയ്യിലിട്ടു. റൈറ്റ് ഹാൻഡിൽ 4 എണ്ണം ഇട്ടു. എന്നാൽ ലെഫ്റ്റ് ഹാൻഡിൽ ഇടാൻ എത്ര എണ്ണം ബാക്കിയുണ്ട്? 1 2 3 4 5 6 7 7 എന്ത് ചെയ്യും? ലെഫ്റ്റ് ഹാൻഡിൽ ഇടും. 4 റൈറ്റ് ഹാൻഡിലും 7 ലെഫ്റ്റ് ഹാൻഡിലും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യ നമ്മൾ എന്ത് ചെയ്യുക? എടുക്കുക. എടുത്തിട്ട് ബാക്കിയുള്ളത് അടുത്ത കോളത്തിൽ എഴുതുക. അത്രയേ ഉള്ളൂ. ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചെഴുതുമ്പോൾ അതിന് ടോട്ടൽ എത്രയുണ്ടോ അതിൽ ഇഷ്ടമുള്ളത് നമ്മൾ എടുത്ത് മാറ്റുക. 5 ആവാം, 2 ആവാം, 3 ആവാം, 7 ആവാം, 10 ആകാം. ബാക്കി എത്രയുണ്ടോ അത് അടുത്ത കോളത്തിൽ എഴുതുക. അങ്ങനെയാണ് ഇത് ചെയ്യാനുള്ളത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആകെ എത്രയെന്ന് കണ്ടെത്തൂ. ആമിക്കും ജാനിക്കും തിന്നാൻ നൽകിയ പേരയ്ക്കയും ചാമ്പയ്ക്കയുടെ എണ്ണമാണ്. ജാനിക്ക് 8 പേരയ്ക്ക കൊടുത്തു, 6 ചാമ്പയ്ക്ക കൊടുത്തു. ആമിക്കോ 12 പേരയ്ക്ക കൊടുത്തു, 7 ചാമ്പയ്ക്ക കൊടുത്തു. മനസ്സിലായോ? അങ്ങനെയാണ് എങ്കിൽ എത്ര പേരയ്ക്ക ആകെ ഉണ്ടായിരുന്നത്? എത്ര പേരയ്ക്ക ഉണ്ടായിരുന്നു? 8നോട് 12 കൂട്ടണം. 8 + 12 എങ്ങനെ കൂട്ടാം? ഇതിലേതെങ്കിലും ഒരു സംഖ്യ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഇപ്പോൾ വലിയ സംഖ്യ 12 മനസ്സിൽ വയ്ക്കുക. മറ്റ് നമ്പർ കയ്യിലെടുക്കുക. 12 നിങ്ങൾ കയ്യിലെടുക്കണ്ട, 8 കയ്യിലെടുക്കുക. 8 എല്ലാവരും കയ്യിലെടുത്തേ. 8 കയ്യിലെടുത്തോ? ഏതെങ്കിലും ഒരു സംഖ്യ നിങ്ങൾ കയ്യിലെടുക്കുക. 8 കയ്യിലെടുക്കുന്നവർ 8 കയ്യിലെടുക്കാം. 12 കയ്യിലെടുക്കുന്നവർ 12 കയ്യിലെടുക്കാം. അപ്പോൾ 12 കയ്യിലെടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് 8 കയ്യിലെടുക്കാം. അപ്പോൾ 12 അവിടെ ഉണ്ടല്ലേ? 12 അവിടെയുണ്ട്. 8 നമ്മൾ എന്ത് ചെയ്തു? കയ്യിലെടുത്തു. 1 2 3 4 5 6 7 8. അപ്പോൾ 12 ഇവിടെ ഉണ്ട്. 8 നമ്മൾ ഫിംഗർ എടുത്തു. അപ്പോൾ 12 കഴിഞ്ഞ് എന്താ? 13 മുതൽ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യണം. 13 14 15 16 17 18 19 20. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വീണ്ടും പറഞ്ഞുതരാം ടീച്ചർ. ഇവിടെ 8ഉം 12ഉം ഉണ്ട്. 8 12. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന 8 ആണ്. 12 കഴിഞ്ഞിട്ട് 13 മുതൽ നമ്മൾ 8 വരെ 8 ഫിംഗേഴ്സ് കൗണ്ട് ചെയ്യുക. 12 കഴിഞ്ഞാൽ 13 14 15 16 17 18 അടുത്തെന്താ? 19 20. കണ്ടോ? 8 ഫിംഗേഴ്സ് ഇവിടെ ഉണ്ട്. 12 കഴിഞ്ഞാൽ 13 14 15 16 17 18 19 20. മനസ്സിലായോ? ഒന്നെണ്ണം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ടോട്ടൽ 20 ആണ്. ഇവിടെ നോക്കിയേ, 6 + 7 7 ഫിംഗേഴ്സ് എടുക്കുവാണ്. 1 2 3 4 5 6 7. 6 ഇവിടെ ഉണ്ട്. 6 കഴിഞ്ഞാൽ അടുത്ത ഫിംഗർ കൗണ്ട് ചെയ്യുക. 6 കഴിഞ്ഞാൽ 7 8 9 10 11 12 13. 13 is the answer. വീട്ടിലേക്ക് കൊണ്ടുപോയത്. ജാനി എത്ര പേരയ്ക്ക കൊണ്ടുപോയി? എത്ര ചാമ്പയ്ക്ക കൊണ്ടുപോയി? ആമി എത്ര പേരയ്ക്ക കൊണ്ടുപോയി? ആമി എത്ര ചാമ്പയ്ക്ക കൊണ്ടുപോയി? ഇവർ ആകെ കൊണ്ടുപോയ പേരയ്ക്ക എത്രയാണ്? 9 + 9. അപ്പോൾ എന്ത് ചെയ്യണം? 9 ഇവിടെ ഇരിക്കുന്നു. ഒരെണ്ണം എന്ത് ചെയ്യണം? ഇതിലെങ്കിൽ ഒന്ന് നമ്മൾ കയ്യിൽ വിരലിലെടുക്കുക. 1 2 3 4 5 6 7 8 9. 9 ഫിംഗേഴ്സ് കയ്യിലെടുക്കുക. എന്നിട്ട് 9 കഴിഞ്ഞാൽ 10 11 12 13 14 15 16 17 18. 18 പേരയ്ക്കയാണ് അവർ വീട്ടിൽ കൊണ്ടുപോയത്. ഗുവ. ചാമ്പയ്ക്ക് എത്ര എണ്ണം വീട്ടിൽ കൊണ്ടുപോയി കാണും? 5 ഫിംഗേഴ്സ് എടുക്കുക. 9 കഴിഞ്ഞാൽ 10 11 12 13 14. മനസ്സിലായോ? ഇവിടെ നോക്കി അടുത്തത് നോക്കാം. തിന്നാൻ നൽകിയ 8 പേരയ്ക്കയിൽ നിന്നും, അപ്പൊ തിന്നാൻ നൽകിയ പേരയ്ക്ക എത്രയാ? 8. 3 എണ്ണം ജാനി തിന്നു. തിന്നത് എത്രയാ? 3. ബാക്കി എത്രയുണ്ട്? അപ്പൊ ഇതിനെങ്ങനെ നമ്മൾ ചെയ്യണം? 8 ഫിംഗർ കയ്യിലെടുക്കുക.
അതിൽ 3 മടക്കി വെച്ച് നോക്കിയേ, ബാക്കി എത്രയാ? 8 ഉണ്ടായിരുന്നു. അപ്പോൾ 8 പേരയ്ക്ക ഉള്ളതുകൊണ്ട് 8 വിരൽ നിവർത്തി വെക്കുക. അതിൽ 3 പേരയ്ക്ക കഴിക്കുമ്പോൾ 3 വിരൽ മടക്കി വെക്കുക. ബാക്കി എത്രയുണ്ട്? 5. ഓക്കെ, അപ്പോൾ ആകെയുള്ളത് നമ്മൾ ഫിംഗേഴ്സിൽ എടുക്കുക, നഷ്ടമായത് നമ്മൾ മടക്കി വെക്കുക. ബാക്കി എത്രയുണ്ടോ അതങ്ങ് എഴുതുക. Find the answers and color the pictures suitably. 8 minus 2. 8 minus 2 കണ്ടോ, ഇത് വന്ന് മൈനസ് ആണ്. മൈനസ് ഇത് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഫിംഗർ മടക്കി വെക്കണം. ഇവിടെ 8 ഫിംഗേഴ്സ് എടുത്ത് എല്ലാവരും 8 ഫിംഗേഴ്സ് എടുത്തോ. എത്ര ഫിംഗർ മടക്കി വെക്കണം? 2 ഫിംഗർ ഇനി അതിൽ മടക്കി വെക്കൂ. ഇപ്പോൾ എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 6. വെരി ഗുഡ്. ഇവിടെ നമുക്ക് 14 ആണ്. 14 ഫിംഗേഴ്സ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് 14 വരകൾ വരയ്ക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14. അതിൽ നിന്ന് എത്ര വരകൾ നമ്മൾ മായ്ച്ചു കളയണം? 7. 1 2 3 4 5 6 7. ഇനി ബാക്കി എത്രയുണ്ട്? 1 2 3 4 5 6 7. 7 is the answer. ഇവിടെ 9 minus 5 എന്ത് ചെയ്യണം? 9 നമ്മൾ കയ്യിലെടുക്കുക, 5 മടക്കി വെക്കുക. 9 കയ്യിലെടുത്തു, 5 മടക്കി വെച്ചു. ഇനി ബാക്കി എത്രയുണ്ട്? 4. 7 minus 2. 7 ഫിംഗേഴ്സ് എടുക്കുക, 2 മടക്കി വെക്കുക. ഇനി എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 5. 6 minus 3. 6 ഫിംഗേഴ്സ് എടുക്കുക, അതിൽ 3 വിരൽ മടക്കി വെക്കുക. ഇനി ബാക്കി എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 3. ഇനി ഇത് കളർ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. 6 ഉത്തരവുള്ളിടത്തെല്ലാം റെഡ് കൊടുക്കുക. 6 എന്ന് ഉത്തരവുള്ളിടത്തെല്ലാം റെഡ് കൊടുക്കാനാണ് പറയുന്നത്. 6 എന്ന് ആൻസർ ഉള്ളിടത്ത് റെഡ് ഉണ്ടോ? 6 എന്ന ആൻസർ ഉള്ളിടത്ത് റെഡ് കൊടുക്കുക. ഇവിടെ 6 എന്ന ആൻസർ ഉണ്ട്, അപ്പോഴിവിടെ റെഡ് കൊടുത്തു. ഇവിടെ 6 എന്ന ആൻസർ ഉണ്ട്, അവിടെയും റെഡ് കൊടുത്തു. ഓക്കെ, 7 എന്ന ആൻസർ ഉള്ളിടത്ത് യെല്ലോ കൊടുക്കുക. 7 എന്ന ആൻസർ ഉള്ളിടത്ത് യെല്ലോ കൊടുക്കുക. ഇവിടെ 7 എന്ന ആൻസർ ഉണ്ട്, അതുകൊണ്ട് യെല്ലോ കൊടുത്തു. ഇവിടെയും 7 എന്ന ആൻസർ ഉണ്ട്, അതുകൊണ്ട് യെല്ലോ കൊടുത്തു. 4 എന്ന ആൻസർ ഉള്ളിടത്ത് ബ്ലൂ കൊടുക്കുക. 4 എന്ന ആൻസർ ഉള്ളിടത്ത് ബ്ലൂ കൊടുക്കുക. 4. അപ്പോൾ ഇവിടെ 4 ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ബ്ലൂ കൊടുത്തു. ഇവിടെയും 4 ഉള്ളത് കൊണ്ട് അവിടെ ബ്ലൂ കൊടുത്തു. 5 ഉള്ളിടത്ത് ഗ്രീൻ കൊടുക്കുക. 5 ഉള്ളിടത്ത് ഗ്രീൻ കൊടുക്കുക. 5 ഇവിടെയാണുള്ളത്, 5 ഉള്ളിടത്ത് ഗ്രീൻ കൊടുക്കണം. അരികിൽ കൂടി ആദ്യം കളർ ചെയ്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്യുക. 5 ഗ്രീൻ ആണ്. ഇവിടെയും 5 ആണ്. 5 ആദ്യം കളർ കൊടുക്കുക. 5ന്റെ അരികത്ത് ആദ്യം കളർ കൊടുക്കുക, എന്നിട്ട് അകം ഫില്ല് ചെയ്യുക. ഓക്കെ, 3 കിട്ടുന്നിടത്ത് ബ്ലാക്ക് കൊടുക്കുക. 3 ഉത്തരം കിട്ടിയെടുത്ത് ബ്ലാക്ക് കൊടുക്കുക. ബ്ലാക്ക്. 3 ഉത്തരം കിട്ടിയ സ്ഥലത്ത് ബ്ലാക്ക്. 3 ഉത്തരം കിട്ടുന്നിടത്ത് ബ്ലാക്ക്. ഓക്കെ, മനസ്സിലായോ? ഇതുപോലെ കളർ നൽകാൻ മനസ്സിലായോ? കളർ നൽകാൻ മനസ്സിലായോ? Write the missing numbers in the last 2 pictures as in the first. ഒന്നാമത്തതിൽ കൊടുത്തിരിക്കുന്നത് പോലെ നമ്മൾ ഇത് രണ്ടും ഫില്ല് ചെയ്യണം. ഒന്നാമത്തത് കൊടുത്തിരിക്കുന്നത് പോലെ നമ്മൾ ഫില്ല് ചെയ്യണം. എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാം? ഇവിടെ 59 60 61. അപ്പോൾ 95ന് മുമ്പ് എന്തായിരിക്കും? 95ന് മുമ്പ് 94 94 95 96. ഓക്കെ, 80 9 90 91 89 90 91. ഓക്കെ, ഇതിങ്ങനെ എഴുതാറിയാലോ. അടുത്ത് വരുന്നതാണ്, അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്.
വിട്ടുപോയ നമ്പേഴ്സ് ഫില്ല് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? 91 പുറകിൽ എന്താ? 90. 90ക്ക് മുമ്പ് എന്താ? 89. 89 മുമ്പ് എന്താ? 88. ഇനി ഇങ്ങോട്ട് എഴുതാം. 91 ശേഷം എന്താ? 92. 92 ശേഷം 93. 93ക്ക് ശേഷം 94. ഇനി 79. ഇവിടെ 74 ആണ്. അപ്പോൾ 74 മുമ്പ് 75. അത് ഇങ്ങോട്ട് എഴുതാം. 79 ശേഷം ഇവിടെ കുറഞ്ഞാ വരുന്നത്. അപ്പോൾ 79 മുമ്പ് 78. 78 മുമ്പ് 77. 77 മുമ്പ് 76. 76 മുമ്പ് 75. 75 മുമ്പ് 74. 74 മുമ്പ് 73. ഇനി ഇവിടെ 93ക്ക് മുമ്പ് എന്താ വരിക? 93, 92, 91, 90, 89, 88, 87. മനസ്സിലായോ? ഇവിടെ 0 വരുന്നതാണ്. 60, 50, 40 കുറഞ്ഞു വരും. അപ്പോൾ അടുത്ത് എന്താ വരിക? 30. അടുത്ത് 10 കുറയുമ്പോൾ 20. അടുത്ത് 10 കുറയുമ്പോൾ 10. ഇവിടെ നോക്കിയാൽ 45 കഴിഞ്ഞ് 55. 55 കഴിഞ്ഞ് 65. 65 കഴിഞ്ഞപ്പോൾ എന്ത് വരും? 75, 85, 95. ഇവിടെ 35, 40. 35, 40, 45, 50, 55, അടുത്ത് 60. ഓക്കെ, fill in the blanks. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചിട്ടേ പോകാവൂ. Okay children, bye bye, thank you.